പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഞാൻ ഇന്നലെ ഒരു അബദ്ധം പറഞ്ഞു. 14-ാം തീയതിയാണ് ഇന്നലെ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ തിരുത്തി. എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു. ഇന്ന് 14 ഇന്ന് 8 ജൂൺ 8. എനിക്ക് സന്തോഷം തോന്നിയത് ഒരുപാട് പേര് എന്നെ കേൾക്കുന്നു എന്നുള്ളതിലാണ്. എനിക്ക് എങ്ങനെയോ എൻ്റെ തലയിൽ ഒരു 14-ാം തീയതി വന്ന് കിടന്നതാണ്. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്ന് 14 8-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് 9-ാം തീയതിയാണ്, ജൂൺ 9-ാം തീയതി. ഇന്ന് പഠിക്കുന്ന വചനം വിശുദ്ധ പൗലോസ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 20-ാമത്തെ വചനമാണ്. 19-ാമത്തെ വചനം ഇന്നലെ നാം കണ്ടത്, നിങ്ങളിൽ ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. അവിടെ കൊണ്ട് നിർത്തുകയായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. നിങ്ങൾ വിലയ്ക്ക് വാങ്ങും. 20-ാമത്തെ വചനം, ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് സെയിന്റ് പോൾ ടു ദ കൊറിന്ത്യൻസ്, ചാപ്റ്റർ 6 വേഴ്സ് 20. അതിങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല എന്ന് നാം ഇന്നലെ കണ്ടു. അതിനുശേഷം പറയുകയാണ്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. You were bought with a price. You were bought with a price. Therefore, glorify God in your body. അതാണ് ആ വചനം പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. നമ്മുടെ ശരീരം നന്മ ചെയ്യാനുള്ള ദൈവം തന്ന ശരീരമാണ്. ഈ ശരീരം കൊണ്ട് നാം പാപം ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചാൽ ഇതിൽ നിന്ന് പുറപ്പെടുന്ന നന്മ മറ്റുള്ളവരിലേക്ക് പകരപ്പെടും. നാം എന്ത് തിന്മ ചെയ്താലും നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന തിന്മയുടെ ഒരു പ്രസരണം നാം ആയിരിക്കുന്ന സറൗണ്ടിങ്സിലേക്ക് അത് ബാധിക്കും. അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് നാം നന്മ ചെയ്യാനായിട്ട് ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാനുള്ള ഒരാഗ്രഹം എല്ലാ ദിവസവും ഉണ്ടാകട്ടെ. ആ നന്മയുള്ള ശരീരം കൊണ്ട് അനേകരിലേക്ക് നമുക്കറിയാം. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട, അതായത് നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കേണ്ടത്, കർത്താവായ ഈശോ സ്വന്തം രക്തം, സ്വന്തം ജീവൻ നൽകി നമ്മെ വിലയ്ക്ക് വാങ്ങിച്ചതാണ്. സ്വന്തം രക്തം കുരിശിൽ ചിന്തി നമ്മെ വിലയ്ക്ക് വാങ്ങിച്ചത്. മാക്സിമിലിയൻ കോൾബെ എന്ന് പറയുന്ന നമ്മുടെ നല്ലൊരു വിശുദ്ധൻ, നമുക്കറിയാം. സഹതടവുകാരന് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത ഒരു നല്ല വിശുദ്ധൻ. ആരാണിത് കാണിച്ചു കൊടുത്തത്? കർത്താവായ ഈശോയാണ്. ഈശോ എന്തുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്? എൻ്റെ ഈശോയുടെ സ്നേഹത്തെ പ്രതി എന്ത് ചെയ്താലും ഈശോയുടെ സ്നേഹത്തെ പ്രതി ഒന്ന് ചെയ്യാൻ ആഗ്രഹിച്ച് നമ്മുടെ ശരീരം കൊണ്ട് ഈശോയുടെ സ്നേഹത്തെ പ്രതി ഒരു നന്മ ചെയ്യുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് പാപത്തിലേക്ക് നമ്മുടെ ശരീരത്തെ നയിക്കാതെ നന്മയിലേക്ക് നമ്മുടെ ശരീരത്തെ നയിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.